വെൽക്കം ടു നേഹ ഫുഡ് സ്റ്റോറീസ്. ഞാൻ ഷഹറൂബ ഷെയ്മി. ഞാൻ ഇന്നിപ്പോൾ വന്നിട്ടുള്ളത് റെസിപ്പി ആയിട്ടൊന്നുമല്ല കേട്ടോ. നാളെ പെരുന്നാളാണ്. അപ്പോൾ നമ്മളെല്ലാം നല്ല വ്യത്യസ്തമായിട്ടുള്ള റൈസൊക്കെ ഉണ്ടാക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും നാളെ പെരുന്നാളിന് എന്ത് റൈസാണ് ഉണ്ടാക്കുന്നത് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ ഞാനിതിന് മുമ്പ് കുറച്ച് റൈസും അതുപോലെ അറബിക് റൈസിൻ്റെയൊക്കെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള റിവ്യൂ ആണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. പെരുന്നാളിന് നമുക്ക് എന്ത് റൈസാണ് ഉണ്ടാക്കുന്നത് കൺഫ്യൂഷൻ ആയിരിക്കുന്നവർക്ക് ചിലപ്പോൾ അത് ഉപകാരമാവും. അപ്പോൾ നമ്മുടെ പുതിയ സബ്സ്ക്രൈബേഴ്സിന് ഇപ്പോൾ ഞാൻ നേരത്തെ ഇട്ടിട്ട് റെസിപ്പി ഒന്നും അറിയില്ലായിരിക്കും. അപ്പോൾ അവർക്കും കൂടി വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ റൈസിൻ്റെ റെസിപ്പീസൊക്കെ കണ്ടിട്ട് ഏതെങ്കിലും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ അഡ്വാൻസ്ഡ് ഈദ് ആശംസകൾ. അപ്പോൾ നമുക്ക് റിവ്യൂയിലോട്ട് പോകാം. ഇത് ഞങ്ങളുടെ മലപ്പുറം ജില്ലയിൽ കല്യാണ വീടുകളിലൊക്കെ കാണുന്ന നെയ്ച്ചോറും കടായി ചിക്കനുമാണ്. നല്ല കോമ്പിനേഷനാണ് കേട്ടോ. വൈറ്റ് റൈസിൽ നെയ്ച്ചോറും നല്ല കടായി ചിക്കനും നല്ല ടേസ്റ്റി റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇതൊക്കെ ഉണ്ടാക്കാം പെരുന്നാളിന്. ഇത് കുഴിമന്തിയാണ്, ചിക്കൻ വെച്ചിട്ടുള്ള കുഴിമന്തി. ഇത് പ്രഷർ കുക്കറിൽ ഉണ്ടാക്കിയ കുഴിമന്തിയാണ് കേട്ടോ. വളരെ ഈസി ആയിട്ട് നമുക്കിത് ഉണ്ടാക്കാം. നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കുന്ന ചിക്കൻ കുഴിമന്തിയുടെ അതേ ടേസ്റ്റാണ്. ഇത് കല്യാണ വീടുകളിലൊക്കെ കാണുന്ന ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനുമാണ്. നല്ല സോസൊന്നും ചേർക്കാതെ വൈറ്റ് റൈസിലുള്ള ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും. അപ്പം നല്ല ടേസ്റ്റിയായ റെസിപ്പി തന്നെയാണ് ഇത്. ഇത് ഹൈദരാബാദി ചിക്കൻ ബിരിയാണിയാണ്. അപ്പോൾ എല്ലാ ബിരിയാണിക്കും ഓരോ പ്രത്യേകത ഉണ്ടല്ലോ. ഹൈദരാബാദി ചിക്കൻ ബിരിയാണിയും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളൊരു ബിരിയാണിയാണ്. പിന്നെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കുക്കർ ബിരിയാണി, ചിക്കൻ വെച്ചിട്ടുള്ള കുക്കർ ബിരിയാണിയാണിത്. ഇത് ആർക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണ്. നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത് തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത. ഇത് ചിക്കൻ ഇറച്ചിച്ചോറാണ്. നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന മറ്റൊരു റൈസാണിത്. അപ്പോൾ പെരുന്നാളിനൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു വെറൈറ്റി റൈസ് തന്നെയാണ് കേട്ടോ ചിക്കൻ ഇറച്ചിച്ചോറ്. ഇത് ചിക്കൻ കബ്സയാണ്. സൗദി അറേബ്യ സ്റ്റൈലിലാണ് ഞാനിപ്പോൾ ഈ ചിക്കൻ കബ്സ ചെയ്തിട്ടുള്ളത്. നല്ല ടേസ്റ്റി റെസിപ്പിയാണ്. കബ്സ മസാലയുടെ റെസിപ്പി കൂടി ഞാനിപ്പോൾ ഈ റൈസിൻ്റെ കൂടെ കാണിക്കുന്നുണ്ട്. ഇത് വെജിറ്റബിൾ ബിരിയാണിയാണ്. റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ എങ്ങനെയാണ് വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കുന്നത് എന്നാണ് ഞാനിതിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നോൺ വെജ് കഴിച്ചു മടുത്തിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. ഇതൊരു സിമ്പിൾ എഗ് ഫ്രൈഡ് റൈസാണ്. നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന എഗ് ഫ്രൈഡ് റൈസ്. ഇതിലിപ്പോൾ ഇനി വേണമെങ്കിൽ നമുക്ക് ചിക്കനൊക്കെ ഫ്രൈ ചെയ്ത് ചേർക്കാം, അല്ലെങ്കിൽ ചിക്കൻ ഒന്ന് കുക്ക് ചെയ്തിട്ട് വേണമെങ്കിലും ചേർക്കാം. അപ്പോഴും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത് ബീഫ് സുർബിയാനാണ്. ഇതിപ്പോൾ 2 ദിവസം മുമ്പാണ് ഞാൻ അപ്ലോഡ് ചെയ്തത്. അപ്പോൾ പെരുന്നാളിന് ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു ബീഫ് സുർബിയാൻ റെസിപ്പിയാണ് കേട്ടോ അത്. ഇത് സൗദി അറേബ്യ സ്റ്റൈലിൽ ഉണ്ടാക്കിയൊരു ബീഫ് കബ്സയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ കബ്സയുടെ കൂടെയൊക്കെ കഴിക്കുന്ന ഒരു സോസ് ഉണ്ടല്ലോ, അതും കൂടി കാണിക്കുന്നുണ്ട്. നല്ല ടേസ്റ്റിയായ റെസിപ്പി തന്നെയാണ്. ഇത് നമ്മുടെ തലശ്ശേരി ബീഫ് ബിരിയാണിയാണ് കേട്ടോ. തലശ്ശേരി ബീഫ് ബിരിയാണി എന്ന് പറഞ്ഞാൽ സ്പെഷ്യലാണല്ലോ. ഇതൊരു സിമ്പിൾ എഗ് ബിരിയാണിയാണ്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു എഗ് ബിരിയാണി. ഇത് ഫിഷ് ബിരിയാണിയാണ്. നല്ല ടേസ്റ്റിയായ റെസിപ്പിയാണിത്. ഇത് കുറച്ച് സ്പെഷ്യലായിട്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് അറബിക് റൈസായ ചിക്കൻ മഖ്ലൂബ, വെജിറ്റബിൾസും ചിക്കനും എല്ലാം ചേർത്ത് ചോറ് ദം ചെയ്തെടുക്കുന്നൊരു റൈസാണിത്. ഒരു വെറൈറ്റി റൈസാണ്. നമുക്ക് പെരുന്നാളിന് ട്രൈ ചെയ്യാൻ പറ്റിയ റൈസാണ് ഇത്. പിന്നെ നമ്മുടെ മലപ്പുറത്തെ സ്പെഷ്യൽ തേങ്ങാച്ചോറും ബീഫ് കറി, വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു റൈസ്. ഇത് തലശ്ശേരി ചിക്കൻ ബിരിയാണി. നല്ല അടിപൊളി സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഈ ബിരിയാണിക്ക്. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു.